ഞാൻ വാച്ച് ചെയ്യായിരുന്നു. എന്തൊരു സ്നേഹ ചേച്ചിയും ജീവേട്ടനും തമ്മിൽ. ഞാനും അൻവറും തമ്മിൽ ഇപ്പോഴേ കൊച്ചു കൊച്ചു വഴക്കുകൾ തുടങ്ങി. ഓ വെരി ഗുഡ്. ഐ മീൻ സോ സാഡ്. നിങ്ങളുടെ ഒരു കെമിസ്ട്രി, എന്താ അതിന്റെ രഹസ്യം? അത് കൊഞ്ച നാളേക്ക് അപ്പുറം തെരിയൂ ഇല്ലേ അക്കാ? അതെ അതെ തെരിയും തെരിയും. ചാട് പൊങ്ങ. എടാ അറിയാൻ പാടില്ലെങ്കിൽ കളിക്കാൻ നിൽക്കണം. പൊങ്ങാത്തല് ഞാൻ തിരിയേ. ആ താറാമോ, ഇന്ന് എന്താണ് പരിപാടി? ഞാനും ജീവനും കോഫി ഷോപ്പ് പോന്നു. നിങ്ങൾ എല്ലാവരും സിറ്റിയിലൊക്കെ ഒന്ന് ചുറ്റി ലഞ്ച് ടൈം ആവുമ്പോ അങ്ങോട്ട് വന്നാ മതി. ജീവൻ ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് വരുന്നല്ലേ പറഞ്ഞത്? ജീവൻ കോഫി ഷോപ്പിൽ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കോഫി ഷോപ്പിലോ? അതെന്തിന്? അത് എന്നാന്ന് വെച്ചാ ജീവനല്ലേ ബർഗർ ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലയോ എന്നാ കൈപ്പുണ്യ. ദാ വന്നല്ലോ 100 ആയിസ. നീ കിടിലോടെ എന്നെ കൂടെ ഒന്ന് പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ച. പൊറോട്ട അടിക്കാനാ? ബർഗറാ ഉദ്ദേശിച്ചേ. ഞാൻ ബർഗർ ഉണ്ടാക്കി. കണ്ടോ നിങ്ങളെ കണ്ടപ്പോൾ ആ ചമ്മല് കണ്ടോ? നമ്മുടെ സ്വന്തം കോഫി ഷോപ്പ്, അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലയോ? അടി. ഒരുപാട് തിരഞ്ഞു നോക്കിയാൽ മറവി എന്നൊരൊറ്റ കുഴപ്പമേ എന്റെ കെട്ടിയുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ. ഇടി ഇന്ന് 11:30 ഗ്ലോബൽ സ്റ്റില്ല് കൊണ്ട് ഏൽപ്പിക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം. വേണ്ടല്ലോ, നിന്റെ വാക്ക് തിരിച്ചോണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇക്കാലം അത്രയും ഞാൻ കൂട്ടുവന്നിട്ടുണ്ടോ? അതാ അൻവറേ, ഈ പാറൂനെ വിളിച്ചോണ്ട് ഒളിച്ചോടി വരേണ്ടത് ഇവിടെ തന്നെയാണെന്ന് 100 പ്രാവശ്യം പറഞ്ഞതിന്റെ കാര്യം നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ സ്നേഹം, ഈ ബന്ധത്തിന്റെ കെട്ടുറപ്പ് കണ്ടുപടി രണ്ടുപേരും കൂടെ. നിങ്ങള് ജൂഹൂലും ബാന്ദ്രയിലേക്ക് ഒന്ന് പോയിട്ട് ഗേറ്റ് വേയിലോട്ട് വാ, ഞാൻ അവിടെ ജോയിൻ ചെയ്യാം. പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടേല് ഇവിടെ വിളിച്ചാൽ മതി. ആന്തരന് മുംബൈ പോലീസിന്റെ വളരെ അടുത്താണല്ലേ. ആണോ? പിന്നെ കോഫി ഷോപ്പ് നാളെ ഒന്ന് വരാവോ? ഒരു പേഴ്സണൽ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം. ജീവൻ ഏറ്റവും ഇഷ്ടമുള്ള ചപ്പാത്തി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ഉണ്ടാക്കാലോ. ആണോ? ഓക്കെ. കുറച്ച് സമയം കിട്ടി അപ്പ പ്രേമിക്കാൻ പോകുന്ന കണ്ടോടാ കൊച്ചു കുഞ്ഞെ. ഈ റെഡ് സ്ട്രീറ്റ് എവിടെയാടാ? ഇവ അവിടെയും കടം പറഞ്ഞ. പോക്കർത്തരം കാണിക്കരുത്. അവന്മാര് ബോംബെ വിടുന്നവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നാണ് കരാർ. ആ കരാറ് ഞാൻ തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോഫി ഷോപ്പിലേക്ക് ഒരുമിച്ച് പോവാന്ന് ഞാൻ പറഞ്ഞത്. എന്തിന്? നിങ്ങൾ വരും. ഒരിക്കൽ പുച്ഛിച്ചതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഈ ഗെയിമിൽ കർത്താവ് എന്റെ കൂടെയാ. ശോ, ഈ ജീവന്റെ ഓരോ കാര്യം. ഇനി ആക്ച്വലി കർത്താവുകളുടെ കൂടെയാണോ? താങ്ക് യു അലക്സ്. യു ആർ വെൽക്കം. നാളെയും ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. ഇല്ല, എന്റെ 2 വീലർ നാളെ വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടും. ഇനി കേടാവാണെങ്കിൽ എന്നെ വിളിക്കണേ, ഞാൻ വരാം. ഓക്കെ. അലക്സ്, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ സാറാ? ബൈബിൾ വായിക്കാറുണ്ടോ? ഞാൻ ഇനി വായിക്കാം, ഇന്ന് തുടങ്ങി വായിക്കാം. വായിക്കുമ്പോ പുതിയ നിയമം തന്നെ വായിക്കണേ. പുതിയ നിയമം എവിടെ വാങ്ങാൻ കിട്ടും? എല്ലായിടത്തും കിട്ടുമല്ലോ. ഇന്ന് തന്നെ വാങ്ങാം. ഓക്കെ, മറക്കല്ലേ. ബൈ. ആയിക്കോട്ടെ. ബൈ സാറാ. ഇവൻ ഈ പുതിയ നിയമം വായിച്ച ഒരുപക്ഷെ പള്ളിയിൽ
അലക്സിന്റെ ഒരു കാര്യം. ഓ എന്തിന്? ആദ്യ രാത്രി ഹലോ, ആ ഇതല്ലേ? ഹലോ ഹലോ, അലക്സ് ആന്നേ. ഹായ് അലക്സ്. പറയൂ. അല്ല, ഉറങ്ങിയായിരുന്നോ? ഉറങ്ങാനോ? നോ നോ നോ, അലക്സ് വിളിക്കുമെന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറയായിരുന്നേ സാറയുടെ പ്രസരിപ്പും ഓജസ്സും ശുഷ്കാന്തിയെ കുറിച്ചൊക്കെ. ഓ, അതൊക്കെ അലക്സ് എന്നെ ചുമ്മാ പുകഴ്ത്താൻ വേണ്ടി പറയല്ലേ. ജീവിതത്തില് അലക്സ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരി ഞാനാണെന്നോ? അതിപ്പോ What is this, അലക്സ്? എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ സമ്മതിച്ചു തരില്ല. എന്റെ കണ്ണോ അത്രയ്ക്ക് അട്രാക്ഷൻ ഉണ്ട്? അല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞു. God, Alex, you're very ആരായി ആ naughty. സമയത്ത്? എന്റെ മൂക്കോ? ഹലോ, അലക്സ്. ഈ സമയത്ത് വിളിക്കുന്നത് പട്ടി വെച്ചിട്ട് പോടാ തെണ്ടി. ഹലോ, അവിടെ ഏതോ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു. പട്ടി കുരയ്ക്കുന്ന ശബ്ദോ? ആ, ഇവിടെ ഒരെണ്ണം കറങ്ങി നടപ്പുണ്ട്. ചെറുതായിട്ട് പേയുണ്ടോന്ന് സംശയം. നല്ല അസല് പേയ് പട്ടി ആണോ? എനിവേ അലക്സ്, നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ, സ്വീറ്റ് ഡ്രീംസ്. പേപ്പട്ടികളെ തല്ലിക്കൊല്ലാം. കാമപ്രാന്തി പിടിച്ച പട്ടികളെ എന്ത് ചെയ്യും? കാമപ്രാന്തികളുടെ എന്നാ എന്നാ പറ, എന്നാ അവളെ പാതിരാത്രിയിലെ കൊഞ്ചല്. എടി, ഞാൻ പേപ്പട്ടിയാണെങ്കിൽ നീ കന്യവാസത്തിലെ പട്ടിയാണ്. വൃത്തികെട്ടവളെ, ഞാൻ എങ്ങനെ നിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചു? പാതിരാത്രിക്ക് പഞ്ചാര അടിക്കാൻ പോയിരിക്കുന്നു. വൃത്തികെട്ടവൾ. ഇന്നലെ അർദ്ധരാത്രി കുറച്ച പേപ്പട്ടി ഞാനാ. ആ ശബ്ദം കേട്ടപ്പോ ഞാൻ ഊഹിച്ചു. കഴകഴപ്പാതി ലേഹ്യം ഇവിടെ ചൗപ്പട്ടിയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ? വലിയ പരിചയമില്ലാത്ത ആൾക്കാരെ എടാ നീ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് സംസ്കാരത്തിന് യോജിച്ചതാണോ? വലിയ പരിചയമില്ലാത്ത പെൺകുട്ടികളെ അർദ്ധരാത്രിക്ക് വിളിച്ചു ഒലിപ്പിക്കുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? വലിയ പരിചയമില്ലെന്ന് ആര് പറഞ്ഞു? സത്യമാണ് ജീവൻ. ഉറക്കമില്ലാത്ത ഇന്നലത്തെ രാത്രിയിൽ ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചു, എങ്ങനെ, എപ്പോ? ഉത്തരമില്ല. ഞങ്ങൾ തമ്മിൽ എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ശാരീരികവും മാനസികമായ ഒരു ആകർഷണം ഞങ്ങൾ തമ്മിൽ ഈ പ്രണയത്തിന് വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളോടെ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. മിസ്റ്റർ ജീവൻ, ഇതിനെയാണോ മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്? പറയൂ, എനിക്കൊരു ഉത്തരം വേണം. ഈ രോഗത്തിന്റെ പേര് മുജ്ജന്മ ബന്ധം എന്നല്ലടാ. കോംപ്ലക്സ് തീർക്കാനാണെങ്കിൽ അത് ഫ്ലാറ്റിനകത്ത്. നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ എനിക്കൊരു അന്തസ്സുണ്ട്. സത്യം. അലക്സ് എന്റെ ഫ്രണ്ടാ. സമൂഹത്തില് നിലയും വിലയുള്ള ഒരാളാ. മാന്യന്മാർ താമസിക്കുന്ന ഫ്ലാറ്റാ ഇത്. മാന്യൻ യവൻ. അല്ലെങ്കിലും പൈസയും സൗന്ദര്യം ഉള്ളവരെ കാണുമ്പോ പണ്ടേ നിങ്ങൾക്ക് ചുരുക്കാം. സൗന്ദര്യോ? ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദാരിദ്ര്യം ഒരു പാപമല്ല. പോവർട്ടി ഈസ് നോട്ട് എ ക്രൈം. എന്റെ കീ ജീവനക്കാരിൽ ഈ കോംപ്ലക്സ് ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയാന്ന് വെച്ചാ that shows your greatness. താങ്ക് യു. അലക്സിനെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ I knew- നീ എന്താടാ ഇവിടെ? അലക്സ് മാളേക്കാരനെ അറിയോ? അലക്സ് മാളേക്കാരനാ? ഇത് ലക്ഷം പേര് ശുഭു. നീ എന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയ? ജയിലോ? ഞാൻ ജയിലില് കോഫി ഷോപ്പ് തുടങ്ങാൻ. ഇവനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? വാണിയംകുളം പെൺവാണിഭ കേസിലെ 3-ാം പ്രതി, പിന്നെ കല്യാണ തട്ടിപ്പ്, വണ്ടി ചെക്ക്, എന്തോരം കേസുകളാ. ജയിലിൽ ഭയങ്കര ഫേമസാ. ഒരു കണ്ണടയും കുപ്പായോ സ്പ്രിങ് മുടിയും ചിരട്ട താടി എന്തൊരു കോലോടാ ഇത്.
ഷിബു സാറ, അങ്ങനെ ഒരു പേര് എനിക്കുണ്ടായിരുന്നു, PK ഷിബു. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഭൂതകാലം. പക്ഷേ ഇന്നത്തെ അലക്സ് ഒരു മാറിയ മനുഷ്യനാണ്. ഷിബു മലയക്കാരൻ അലക്സ്. എല്ലാ പാവഭാരം ഇറക്കി വെച്ചെനിക്ക് സാറയുടെ ഫ്രോഡ്. പുതിയ കോഫി ഷോപ്പ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ് എവളുടെ പണം തട്ടാനുള്ള പരിപാടിയായിരുന്നു. പാവത്തിന് മനസ്സിലാവണ്ടേ? മോളെ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പണ്ടേ നീ പുറകിലോട്ടാ. എനിക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ, നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ ശ്രദ്ധിക്കണം. എന്നാ പിന്നെ നീ പോയിക്കോ. കോഫി ഷോപ്പ് തുറക്കുന്ന സമയമല്ലേ, ഞങ്ങൾ എത്തിക്കോളാം. വയടക്കട വെള്ളമൊറ്റൊന്നു ഒന്നും കൂടെ താടാ പ്ലീസടാ. അളിയ, നീ ഒരു മഹാവൃത്തികെട്ടവനാണെങ്കിലും ഇന്ന് എനിക്കൊരു മാലാഖയ. എങ്കിൽ എന്നെ സ്ഥലത്തുണ്ടോ? നിന്നെ സ്വർഗത്തോടെ കൊണ്ടുപോയില്ലേ? പറ, എവിടെ കൊണ്ടുപോകണം? റെഡ് സ്ട്രീറ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമില്ലേ?